ഫ്രണ്ട്സ്, വെൽക്കം ടു ഫ്രീഡം വേൾഡ്. എല്ലാ സാംസ്കാരിക സവിശേഷതകളുടെയും കേന്ദ്രമായ പശ്ചിമ ബംഗാളിനെ പറ്റിയാണ് ഇന്ന് നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. രാജ്യത്തിന്റെ കിഴക്കൻ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. വടക്ക് സിക്കിമും സംസ്ഥാനവും, ഭൂട്ടാൻ രാജ്യവും, വടക്ക് കിഴക്ക് ആസാം സംസ്ഥാനവും, കിഴക്ക് ബംഗ്ലാദേശ് രാജ്യവും, തെക്ക് ബംഗാൾ ഉൾക്കടലും, തെക്ക് പടിഞ്ഞാറ് സംസ്ഥാനവുമാണ് ഇതിന്റെ അതിരുകൾ. വിസ്തൃതിയിൽ ഇന്ത്യയിലെ ചെറിയ സംസ്ഥാനങ്ങളിൽ ഒന്നാണ് പശ്ചിമ ബംഗാൾ. എങ്കിലും ജനസംഖ്യയിൽ ഏറ്റവും വലിയ സംസ്ഥാനമാണ് ഇത്. തലസ്ഥാനമാണ് കൊൽക്കത്ത. വിസ്തീർണം 34,267 ചതുരശ്ര മൈലാണ്. പശ്ചിമ ബംഗാളിനെ രണ്ട് പ്രകൃതിദത്ത ഭൂമിശാസ്ത്ര വിഭാഗങ്ങളായി വിഭജിക്കാം. തെക്ക് ഗംഗാ സമതലവും വടക്ക് പ്രദേശവുമാണ്. ഗംഗാ സമതലത്തിൽ നിക്ഷേപിച്ച ഫലഭൂയിഷ്ഠമായ ഏക്കൽ മണ്ണ് അടങ്ങിയിരിക്കുന്ന ഗംഗാ നദിയും അതിന് പോഷക നദികളും. പശ്ചിമ ബംഗാളിലെ കാലാവസ്ഥ തെക്കൻ ഭാഗങ്ങളിൽ ഉഷ്ണമേഖല ആർദ്ര വരൾച്ചയ്ക്കും വടക്ക് ഈർപ്പ പ്രദേശമുള്ള ഉപ ഉഷ്ണമേഖലയ്ക്കും ഇടയിലാണ്. പശ്ചിമ ബംഗാളിൽ ഉടനീളം മഴയിൽ കാലാനുസൃതമായ അസമത്വം പ്രകടമാണ്. ഉപഹിമാലയൻ മേഖലയിൽ മഴ ഗണ്യമായി കൂടുതലാണ്. സംസ്ഥാനത്തിന്റെ മൊത്തം ഭൂവിസ്തൃതിയുടെ 10% കൂടുതൽ വനങ്ങൾ ഉൾക്കൊള്ളുന്നു. ഈ പ്രദേശം മൊത്തത്തിൽ സമ്പന്നവും വൈവിധ്യപൂർണവുമായ സസ്യജീവിതമാണ്. കടുവകൾ, പുള്ളിപ്പുലികൾ, ആനകൾ, ഗൗറുകൾ, കാണ്ടാമൃഗങ്ങൾ എന്നിവയും അതുപോലെ തന്നെ ഇന്ത്യൻ സമതലത്തിലെ ചെറുതും വലുതുമായ മറ്റു മൃഗങ്ങളും വനങ്ങളിൽ വസിക്കുന്നു. ഇഴജന്തുക്കളും പക്ഷികളും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലുടനീളമുള്ള ഒരേ ഇനം ഉപയോഗിക്കുന്നു. സുന്ദർബൻസ് പാർക്കിന് പുറമെ ജൽദാപാര വന്യജീവി സങ്കേതം, കടുവ പ്രകൃതി സംരക്ഷണ കേന്ദ്രം എന്നിവയുൾപ്പെടെ നിരവധി സംരക്ഷിത പ്രദേശങ്ങൾ സംസ്ഥാനത്തിനുണ്ട്. പശ്ചിമ ബംഗാളിലെ ഭൂരിഭാഗം ജനങ്ങളും ഗ്രാമീണ പ്രദേശങ്ങളിലാണ് വസിക്കുന്നത്. നഗരപ്രദേശങ്ങളിൽ വസിക്കുന്നവരിൽ പകുതിയിലധികം പേരും വലിയ കൊൽക്കത്തയിലാണ് താമസിക്കുന്നത്. വ്യത്യസ്ത മതങ്ങളിൽ ഹിന്ദുമതം ജനസംഖ്യയുടെ 3 ഭാഗവും പിന്തുടരുന്നതായി അവകാശപ്പെടുന്നു. ബാക്കിയുള്ളവയിൽ ഭൂരിഭാഗവും മുസ്ലിങ്ങളാണ്. സംസ്ഥാനത്തിന്റെ പ്രധാന ഭാഷയായ ബംഗാളി ജനസംഖ്യയിൽ ഭൂരിഭാഗവും സംസാരിക്കുന്നു. ബംഗാൾ എന്ന പേരിന്റെ ഉത്ഭവം അജ്ഞാതമാണ്. BC 1000-നടുത്ത് ഈ പ്രദേശത്ത് താമസിക്കുന്ന ഒരു ദ്രാവിഡ ഗോത്രത്തിന്റെ പേരായ ബാങ് എന്നതിൽ നിന്നാണ് ഈ വാക്ക് ഉരുത്തിരിഞ്ഞതെന്ന് ഒരു സിദ്ധാന്തം സൂചിപ്പിക്കുന്നു. 1947 ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ബ്രിട്ടീഷ് ഭരണത്തിന്റെ അവസാനത്തിൽ ബംഗാൾ ലെജിസ്ലേറ്റീവ് കൗൺസിലും ബംഗാൾ വിഭജന മതപരമായ 2 വ്യത്യസ്ത അസ്തിത്വങ്ങളുമായി വിഭജിക്കുന്നതിന് വോട്ട് ചെയ്തു. പശ്ചിമ ബംഗാൾ ഒരു ഇന്ത്യൻ സംസ്ഥാനമായും കിഴക്കൻ പാകിസ്ഥാൻ എന്നറിയപ്പെട്ട പാകിസ്ഥാൻ പ്രവിശ്യ പിന്നീട് സ്വതന്ത്രമായി ബംഗ്ലാദേശായി മാറി. പശ്ചിമ ബംഗാൾ ഭരിക്കുന്നത് പ്രാതിനിധ്യ ജനാധിപത്യത്തിന്റെ പാർലമെന്ററി സംവിധാനത്തിലൂടെയാണ്. ഈ സംസ്ഥാനം മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളുമായി പങ്കിടുന്ന സവിശേഷതയാണ്. 2023 നവംബർ 1 മുതൽ പശ്ചിമ ബംഗാൾ 23 ജില്ലകളായി തിരിച്ചിരിക്കുന്നു. 2015 വരെ ഇന്ത്യയിൽ 6ാമത്തെ ഉയർന്ന GSDP ഉള്ള രാജ്യമാണ് പശ്ചിമ ബംഗാൾ. 2011 കണക്കനുസരിച്ച് പശ്ചിമ ബംഗാളിലെ ഉപരിതല റോഡുകളുടെ ആകെ നീളം 92,023 കിലോമീറ്ററിലധികം ആയിരിക്കുന്നു. റെയിൽവേ റൂട്ടിന്റെ ആകെ ദൈർഘ്യം ഏകദേശം 4,481 കിലോമീറ്റർ ആയിരുന്നു. ബംഗാളി സ്ത്രീകൾ സാധാരണയായി സാരി ധരിക്കാറുണ്ട്. പുരുഷന്മാർ ധൂതിക്കൊപ്പം പഞ്ചാബി പോലുള്ള പരമ്പരാഗത വേഷങ്ങളും ധരിക്കുന്നു. സ്ത്രീകൾ സൽവാർ കമ്മീസോ സാരിയായി ധരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.